എന്താ ലേറ്റ് ആയത്? അത് ബസ്, ട്രെയിൻ, ക്ഷേത്രത്തിലൊക്കെ പോയി. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒപ്പിട്ടാ മതി. വരൂ വരൂന്നേ. എത്തിയിട്ടുണ്ട്. എത്തിയോ? നമസ്കാരം സാർ. ഇവിടെ ഒപ്പിട്ടുള്ളൂ. സാക്ഷി, ഇത് സാക്ഷി കടത്തിൽ ഒപ്പിട്ടിച്ചത് വരം നേരത്തെ ഒപ്പിട്ട് കഴിഞ്ഞല്ലോ. ചതിച്ചു കുമാരി. ഇല്ലച്ചാ, ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മുറപ്പെണ്ണിന്റെ പേരും പറഞ്ഞ് പാവം സ്വന്തം മോന് ബ്രഹ്മ വയ്ക്കാൻ നോക്കിയല്ലേ സാറേ. പ്രതിപക്ഷം ശക്തമായതുകൊണ്ട് സാറിന്റെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു. മിണ്ടണ്ട. എന്നോട് ക്ഷമിക്കണം അമ്മാവ. അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞാനാണ് മാപ്പ് പറയേണ്ടത്. നന്നായി വരും മക്കളെ. താങ്ക് യു. വണ്ടി വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടിട്ട് നന്നാക്ക് ഡോക്ടറെ. വഴിയിലിട്ടാണോ പണിയുന്നത്? വണ്ടിന് കാൽക്കടാ. ചൂടാവുന്നു. എന്താടാ ഇയാള് വഴി മുഴുവൻ വിലക്കെടുത്തിരിക്കാണോ? ഇയാളുടെ മൂട്ട ഇറങ്ങുന്ന ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് ഇതോടെ പോണ്ടേ? റോഡ് മുഴുവൻ നിന്റെ അച്ഛൻ കുറുപ്പിന് സ്ത്രീധനം കിട്ടിയ വകയാ. ഓടെ കുഴിയാനെ എന്റെ തന്തയ്ക്ക് പറഞ്ഞോ? തന്തക്കല്ല, തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. ഉടക്കാൻ വരുന്നു. നിന്നെ കുറച്ച് നാളായി ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. പേപ്പട്ടി കുത്തിങ്ങനെ മരുന്ന് കുത്തി നിന്നെ കൊല്ലി. ഇതിനെ പ്രതികാരം എന്റെ പറ്റി അറിയില്ല നിനക്ക്. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. പോട പട്ടിയെ മൂനി. അമ്മു, ഡോക്ടർ എന്താ ഇവിടെ? ഒരു ചെറിയ പട്ടിക്കുട്ടി അങ്ങോട്ട് പോയി. പേയുണ്ടോന്നൊരു സംശയമുണ്ട്. അത് പോയി നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ഡോക്ടറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടിക്ക് ചെറിയൊരു തകരാറ്. പിന്നെ അമ്മു, ഡോക്ടർ എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ? ഡോക്ടർ അല്ലേ, പിന്നെന്താ വിളിച്ചാല്? പതി പശു തെറ്റിതട്ട. എനിക്ക് പശുപതി എന്ന് വിളിച്ചോളൂ. എന്നാലും ഡോക്ടർ ഒന്നും വേണ്ട. അയ്യോ, പ്രായമായ ആൾക്കാർ പേരെടുത്ത് വിളിക്കാനോ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കണ്ട. എന്റെ മനസ്സ് എന്തിനാ എങ്ങനെ വിഷമിപ്പിക്കണേ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കുകയല്ലല്ലോ വിളിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ എട്ടാന്ന് വിളിച്ചോളൂ. വിളിക്കൂ? ആ, വിളിക്കാം. താങ്ക് യു. ഒരു ദിവസം ഞാൻ മലേഷ്യയിലേക്ക് അമ്മൂട്ടെ കൊണ്ടുപോകാം. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. പിന്നെ ഇന്നലെ അമ്മാവൻ എന്തു പറഞ്ഞു? നല്ല അമ്മാവനാ, ഒത്തിരി തമാശ പറയും. എനിക്കിഷ്ടായി. ഈ ജോക്കറിന്റെ ഒക്കെ പോലെ ഒരു ഡ്രസ്സുകളിട്ട് നടക്കും. എനിക്കിഷ്ടല്ല അത്. സിംഗപ്പൂരിലെ ഫാഷൻ അത്രേ. കുട്ടി പറഞ്ഞില്ലേ നല്ല തമാശയാണെന്ന്. എന്നീന്ന് കടം മേടിച്ചു കൊണ്ടുപോണ തമാശകളാണ് കുട്ടിയോട് പറയണത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിക്കണം. ഓ, പിന്നെ അമ്മാവന്റെ കാര്യം വലിയ സങ്കട. ധാരാളം സ്വത്തുണ്ട്, തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് സമയമായിട്ടില്ല ഏട്ടാ. കല്ലെടുത്തെറിയുന്നു. ആര്? പ്രായമായ പെമ്പിളരെ വഴിയടക്കാൻ സമ്മതിക്കില്ല. എന്റെ സൈക്കിൾ പശുവിനെ ചികിത്സിക്കാൻ വന്ന പശുവിനെ മതി. താനെന്തിനാ അവന്റെ സൈക്കിൾ എടുത്തെറിഞ്ഞേ? എറിഞ്ഞതല്ല, അവൻ എന്നെ കൊണ്ട് എറിയിപ്പിച്ചതാ. എറിയോ അല്ലയോ? നീ ആരാടാ ചോദിക്കാൻ? എന്താ പിന്നെ ഇയാളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഡോക്ടറാണെന്ന് വെച്ച് ഓക്കണം കൊട്ട് ആൺകുട്ടികളോട് കളിച്ചാൽ അടിച്ച് ഷേപ്പ് മാറ്റും. വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കടാ. വണ്ടി കയറ്റി കൊല്ലു ഞാൻ. കളരി അഭ്യാസം പഠിച്ച തറവാട്ടുകാരാ, സൂക്ഷിച്ച് കളിക്കണം. അല്ലെ തല അരിഞ്ഞിടും. എങ്കിൽ കളരി മുറ തന്നെ കാണാം. സെൻട്രൽ ഗവൺമെന്റിന്റെ തീവണ്ടി തടഞ്ഞ ആൺകുട്ടിയാടോ ഇത്? ഇത് ഞങ്ങൾക്ക് അതെ, കേട്ട് ഞാൻ. അമ്മ കേട്ടടാ, കേട്ട് ഉണ്ടോ നോക്കട്ടെ. റെഡി. വണ്ടി പുറകോട്ട് ഉത്പലാക്ഷൻ സിന്ദാബാദ്, ഉത്പലാക്ഷൻ സിന്ദാബാദ്, ഉത്പലാക്ഷൻ സിന്ദാബാദ്, ഉത്പലാക്ഷൻ. പശുവിനല്ല, എനിക്ക് ഏത് എരുമപ്പൊലി വന്നാലും ശരി ഞാൻ ഓട്ടിക്കും. അതാ നമ്മുടെ നേതാവിന്റെ പശുപതി. പിന്നെ
എന്താ പ്രസിഡന്റിന് ഇത്ര ആലോചന? മനസ്സിൽ എന്താണാവോ? ഒരു കാര്യത്തെ പറ്റി ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. എന്താ കാര്യം? എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആലോചനയാ. എന്താണാവോ? അമ്മൂന്റെ കല്യാണക്കാരിയാ. ഏതാ ചെറുക്കൻ? ചെറുക്കൻ അവക്ക് നമ്മുടെ ഡോക്ടറെ ഒന്ന് ആലോചിച്ചാലോന്നാ. ആവൂ, ഇതെങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അതാടി പൊരുത്തം എന്ന് പറയുന്നത്. എന്നാലും എടാപിടിന്നൊന്നും വേണ്ട. അങ്ങേരുടെ വീടും നാടും ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മതി. കൊള്ളാവുന്നിടത്താണോ എന്നറിയണ്ടേ? ഇതാ പെൺബുദ്ധിയുടെ കുഴപ്പം. കൊള്ളാവുന്ന കുടുംബത്തിൽ പിറന്നവർക്ക് ഡോക്ടറും വക്കീലും ഒക്കെ ആകാൻ പറ്റൂ. പിന്നെന്താ, അങ്ങേരൊരു ബ്രാഹ്മണൻ. പണ്ടും പെരുമ്പിലാവിലെ പെണ്ണുങ്ങൾക്ക് ബ്രാഹ്മണര് സമ്മതം വെച്ചിട്ടുണ്ട്. എന്നാലും ആ കുറിപ്പിനോടൊന്ന് സൂചിപ്പിക്കായിരുന്നു. എന്താ ഇത്? ഇടി, നീ മനസ്സിൽ കാണുമ്പം ഞാൻ മരത്തെ കാണും. എന്ത്? കുറിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞു, അയാൾ ഡോക്ടറോട് സംസാരിക്കാമെന്നും പറഞ്ഞു കഴിഞ്ഞു. ആഹാ, അത് കൊള്ളാമല്ലോ. താൻ ഇവിടുന്ന് എങ്ങോട്ട് പോയാലും വേണ്ടില്ല, ഈ കല്യാണത്തിന് കൂട്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കുറുപ്പ് സാറേ, എത്ര കാലം ഞാൻ ജയിലിൽ കിടന്നു, എവിടുന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടു. സമാധാനമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. എടോ, എല്ലാവർക്കും ഒരു സമയമുണ്ട്. എനിക്ക് ഇപ്പോഴാ സമയം വന്നിരിക്കുക. ദൈവത്തെ ഓർത്ത് താൻ എൻ്റെ കൂടെ നിൽക്കണം. ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും ഒന്ന് ജീവിക്കണം എന്നൊരാഗ്രഹം, സമാധാനമായിട്ട് ഒരു കൊച്ചു കുടുംബമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ. അത് നടക്കാൻ പോകുന്നില്ല ഭൈരവ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തൻ്റെ മകളെയോ പെങ്ങളെയോ അമ്മയുടെ അനിയത്തിനെയൊന്നും അല്ലല്ലോ ഞാൻ കെട്ടാൻ പോണത്. പിന്നെ തനിക്ക് എന്താട്ടോ ഒരു കഴപ്പ്? എനിക്ക് ഇനി ഈ നാട്ടിൽ കഴിയേണ്ടതാ. ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു വഴിയായത്. അതിന് വഴിമുടക്കിയായിട്ട് താൻ വന്നാൽ ഞാൻ തൻ്റെ കാലനായി വന്ന് കഴുത്തിൽ കയറിട്ട് വലിച്ച് നേന്ത്രവാഴത്തടത്തിൽ കുഴിച്ചിടും. അവിടെ കിടന്ന് ചീഞ്ഞ് താൻ ആ വാഴയ്ക്ക് വളാവും. കുറച്ചു കാലം കൂടി തനിക്ക് ജീവിച്ചിരിക്കുന്നോണ്ട് വല്ല വിരോധം ഉണ്ടോടോ പെരട്ട കുറുപ്പേ? നാളെ തന്നെ ഞാൻ മുഹൂർത്തം കുറിപ്പിക്കും. വേലായുധം കുട്ടി, എന്താ നിന്റെ പുറപ്പാട്? ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. എന്താ വേലായുധ? നിനക്കെന്നെ മനസ്സിലായിട്ടില്ല ഭൈരവ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയത് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വേണ്ട, നീ ഇവിടെ നിൽക്ക്. കല്യാണം കഴിയട്ടെ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം. ഞാനിവിടെ വന്നത് നിനക്കൊരു ഭാരമായി. ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. വേലായുധം കുട്ടി, തെരുവിലേതോ ഓടയിൽ ജനിച്ചു വീണവരാണ് നമ്മൾ. കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് നമ്മൾ തമ്മിലാടാ. എച്ചിൽ പൂനയിലും ഫുട്പാത്തിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ചല്ലേ വളർന്നത്. തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ കുറ്റവാളികളായി. അതെ, നിന്നെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ലടാ. പക്ഷെ എന്നെ തേടി ഏത് നിമിഷവും പോലീസ് വരാം. അങ്ങനെ വന്നാൽ നിന്റെ ഈ നല്ല ജീവിതം തകരും. കള്ളനാണെങ്കിലും നിന്റെ തകർച്ച കാണാൻ എനിക്ക് മനക്കരുത്തില്ലടാ. നാളെ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കല്യാണം മുടങ്ങരുത്. എൻ്റെ അമ്മാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരേണ്ടത് വേലായുധം കുട്ടിയാണ്. എന്നിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. അയ്യോ, എന്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ. ഞാനിത് എങ്ങനെ സഹിക്കും? എന്നാലും ഈ കൊലിച്ചത് ചെയ്തല്ലോ എന്റെ മോളെ. എന്താ പോലെ എന്തുണ്ടായി? അമ്മക്കുട്ടി ചതിച്ചോ? അമ്മക്കുട്ടിക്ക് എന്ത് പറ്റി? കള്ളം കയറി അമ്മക്കുട്ടിയുടെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. വാ നാണുന്നവരെ, നമുക്ക് അന്വേഷണം ആരംഭിക്കാം. ആണെന്ന് വേഗം വാ. വാ കൊന്നേ.
പോയി മോനെ, എല്ലാം പോയി മോനെ. എല്ലാം ഞാൻ അറിഞ്ഞു. കല്യാണ മുഹൂർത്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ ഓമനിച്ചു വളർത്തിയ സ്വന്തം പുത്രിയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി എന്നറിയുന്ന ഒരു പിതാവിന്റെയും അമ്മയുടെയും ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന്റെ മനസ്സിനേക്കാളും വിശാലമായ മനസ്സുള്ള മൃഗങ്ങളുടെ മനസ്സുമായിട്ടാണ് എനിക്ക് സമ്പർക്കം. അമ്മേ, ഡോണ്ട് ലൂസ് കറേജ്. അമ്മുമ്മേ, വിഷമിക്കാതിരിക്കൂ. ഞാൻ സ്നേഹിച്ച നിങ്ങളുടെ സ്വത്തോ സ്വർണ്ണാഭരണങ്ങളോ അല്ല, എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് വേണ്ടത്. അമ്മേ, മോളെ വേഗം അണിയിച്ചൊരുക്കൂ. സദ്യ ഒരുങ്ങട്ടെ, എല്ലാ ഏർപ്പാടുകളും തകൃതിയായി നടക്കട്ടെ. മുഹൂർത്തത്തിന് 1 മണിക്കൂർ മുമ്പ് ഈ കല്യാണം നടത്തുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഈ കല്യാണം നടക്കുന്നു. എത്തട നോക്കി നിൽക്കണേ, പറഞ്ഞു കേട്ടില്ലേ? ഊതട വേഗം. പെണ്ണുങ്ങളൊക്കെ ഈ ഭാഗത്ത്, ആണുങ്ങളൊക്കെ ആ ഭാഗത്ത്. പ്രസിഡന്റിന് ഇത് വരണം. അല്ല, രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. അയാൾക്കൊരു ആപത്ത് വന്നിരിക്കുന്ന സമയം നമ്മൾ അയാൾ സഹായിക്കണം. നേതാവേ, ആ. എന്റെ ബലമായ സംശയം ആ. ഇവന്റെ അച്ഛൻ കുറുപ്പാണ് പണ്ടങ്ങൾ മോഷ്ടിച്ചെന്ന. അങ്ങനെ പറയല്ലേ. അങ്ങേര് പഞ്ചായത്തിന്റെ പണം വെട്ടിക്കൊന്നല്ലാതെ മറ്റുള്ളവന്റെ പണ്ടം അടിക്കില്ല. എന്താ ഇത്? ഏതാ ഇത്? ഇങ്ങനെ ഒരു നൊണ്ടി വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലല്ലോ. അതെ, അവന് ഞൊണ്ടില്ല. സത്യം പറയണ, എന്തിനാ ഓടിയത്? പതിവോട്ടം. എന്തുവാടാ ഇത്? നോക്ക്. പണ്ടങ്ങൾ. അതെ, പ്രസിഡന്റിന്റെ വീട്ടിലെ പണ്ടം. അയ്യോ, സത്യം പറയണ. എനിക്കത് ഞാൻ പറയാം. ഞാൻ വേലായുധൻ, അവൻ ഭൈരവൻ. ആര്? അതെ, നിങ്ങളുടെ ഡോക്ടർ പശുപതി. ഞാനും അവനും ഒരുപാട് കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ധാരാളം കളവുകൾ നടത്തിയിട്ടുണ്ട്. ആരെയും അകത്തേക്ക് കയറ്റിവിടണ്ട. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇത് വേണം. മിണ്ടരുത്. കല്യാണം കഴിയുന്നവരെ ഒരു അക്ഷരം ശബ്ദിക്കരുത്. വാന്റെ കൂടെ. എന്തോ നാടാ നോക്കിയിരിക്കുന്നത്? കസേര പിടിച്ചിറക്കോട്ടെ. അച്ഛാ, വന്നേ. വന്നേ. അവനാ. വാ. കുട്ടികളൊക്കെ ഒന്ന് പോയി. എല്ലാവരും ഒന്ന് മാറി മാറി നിൽക്കൂ. മുഹൂർത്തത്തിനുള്ള സമയമാകുമ്പോ വരാലോ. പോ. ആ, എങ്ങനെയാ തുറന്നു പറയാ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ വേണ്ട, തുറന്നു പറയാം. അതല്ലടോ നല്ലത്. എന്ത്? അതെ അതെ അതെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛാ, ഇവിടുത്തെ മോഷണത്തിന്റെ പിന്നിൽ പപ്പനും കൂട്ടരുമാണ്. വെരി സോറി. അവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മാവനുണ്ട്. അമ്മാവനോ? അതെ, എന്റെ അമ്മാവൻ ഇത്രയും ദിവസം എന്റെ കൂടെ വന്ന് താമസിച്ചത് അദ്ദേഹത്തിന്റെ മതാലശായ മകളെ എന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പണമല്ല വലുത്. കല്യാണത്തിന് എന്നെ കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ബാലനെയും കൂട്ടരെയും ചൂണ്ടയിട്ടു. യെസ്, അതെ അച്ഛാ, അവരാണ് ഇവിടുത്തെ സ്വർണം മോഷ്ടിച്ചത്. ഈശ്വര. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ, ശരിയാണ്. തീർന്നില്ല. പുതിയൊരു ആയുധമായിട്ടാണ് അവർ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. എന്ത് വില കൊടുത്തും ഈ കല്യാണം മുടക്കുമെന്ന വാശിയിലാണ് അവരിപ്പോൾ. കല്യാണം മുടക്ക്? എന്റെ പേര് ഭൈരവനാണ്. ഭൈരവനാണ് എന്നവർ പറയും. പശുപതി എന്ന പേരിൽ വന്നിരിക്കുന്ന വ്യാജ ഡോക്ടറാണ് ഞാൻ എന്നും അവർ പറയും. ശരിയല്ലടോ?
അതെ അത് ശരിയാണ്. പ്രസിഡന്റ് ഒരു മണ്ടനാണെന്നും ഈസിയായി കളിപ്പിക്കാൻ പറ്റുമെന്നാണ് അവര് പറയുന്നത്. ആരാ മണ്ടന്മാരെന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരട്ടെ. മിണ്ടിപ്പോകരുത്. കല്യാണം നടക്കാൻ പാടില്ല. ഈ കല്യാണം നടത്തരുത്. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഈ കല്യാണം നടത്താൻ പാടില്ലെന്ന് ഈ പശുപതിയുടെ പശുപതി കള്ളനാണ്. അശ്വതി കള്ളനാണ്, കള്ളനാണ്, എല്ലാവരും കള്ളനാണ്. കല്യാണം നടത്താൻ പാടില്ല. അവൻ കള്ളനാണ്. പ്രസിഡന്റ് എന്താ കണ്ടോ പ്രസിഡന്റ്? എന്താ ഇത്? തുറന്ന് നോക്ക്. ചന്ദ്രമതി, എന്തേ? മിടുക്കന്മാർ, ചുണക്കുട്ടന്മാർ, നാടിന്റെ അഭിമാന ഭാജനങ്ങൾ. അകത്തോട്ട് വെക്കേ. എന്റെ ഈശ്വര, സന്തോഷായി, വളരെ സന്തോഷായി. വാമോനെ, പ്രസിഡന്റ് പോകാൻ വരട്ടെ. ഞാൻ ചില സത്യങ്ങൾ പറയാറുണ്ട്. താഞ്ചിരിക്കണ്ട. ഈ പണ്ടങ്ങൾ മോഷിച്ച ആരാണെന്ന് അറിയാമോ? അറിയാം. ഈ ഡോക്ടറുടെ അമ്മാവനാണ്. ഇയാൾ ഡോക്ടർ അല്ല. അതും അറിയാം. ഇയാൾ ഡോക്ടർ പശുപതിയല്ല, വ്യാജനാണ്. ഇയാളുടെ ശരിയായ പേർ ഭൈരവൻ എന്നാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാള് കള്ളനാണ്. കള്ളനാണ്. ഇനിയോ? ഇതെല്ലാം അറിഞ്ഞിട്ടാണോ മോളെ ഇയാൾക്ക് കുരിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചത്? പോയിടാ. എടാ, ആദ്യം വീട് ഭരിക്കാൻ പഠിച്ചിട്ടാ പ്രസിഡന്റ് നാട് ഭരിക്കാൻ ഇറങ്ങിയത്. മനസ്സിലായോ? നിശ്ചയിച്ചതിലും 1 മണിക്കൂർ മുമ്പ് ഈ പന്തല് വെച്ച് താലി കെട്ട് നടക്കും. പ്രസിഡന്റ് ഈ കല്യാണം നടത്തരുത്. താൻ പോടോ ഇവിടുന്ന്. തന്റെ മോളെ ഈ പാവത്തിന് തല കെട്ടിവെക്കാൻ അല്ലേടോ താൻ ഇവിടെ കറങ്ങി നടന്നത്. ഒരു കാര്യം, വേണ്ടവർക്ക് വല്ലോ നക്കിയിട്ട് പോകാം, അല്ലാത്തവർക്ക് ഇപ്പോഴേ പോകാം. മേളം. എന്റെ ഭഗവതി, മോളെ സമാധാനായിട്ടിരുന്നു. ഞാനില്ല ഇവിടെ. നമ്മളെ കൊണ്ടുപോയോ കള്ളൻ? നേരെ മാറിയുണ്ട്. താലി എവിടെ? ഇന്നതേന മാല ഇട്ട് കാണിക്കണം. കള്ളൻ. താലി ഇവിടെ. താലി എവിടെ? താലി എവിടെ? കൊണ്ടുവന്നിട്ടില്ല. നീ എടുത്ത് വെച്ചില്ലേ? താലി എവിടെയെന്ന് ഇതിന്റെ ഉള്ളിൽ താലി വയ്ക്കാം. ഇത്ര വലിയ ടെൻഷൻ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ മോനെ ഇപ്പൊ തരാം താലി എവിടെ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി സാർ. കഴിയട്ടെ. കഴിഞ്ഞിട്ട് ലെഫ്റ്റും റൈറ്റും തരാം ഞാൻ. നിന്റെ കള്ളനാണെന്ന് നിന്റെ മോന്ത കണ്ട അറിയില്ല. മോളെ നീ പെകളുണ്ടാക്കല്ലേട്ടാ. ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഉള്ള കയ്യും കാര്യം പിടിച്ചണ്ടേ? ഞാൻ കേട്ടാ. ഞാൻ മോളെ നിന്നെ ഞാൻ മലേഷ്യയിലേക്ക് മധുവിന് കൊണ്ട് ചൂടാണ്. വേണ്ടത് നല്ല ഇരുമ്പ് കമ്പിയാണ് വെച്ച് പഠിപ്പിക്കണം. അപ്പോഴാണ് ഇഷ്ടമുള്ളൂ. ഇത് പെണ്ണ ആരാ പ്രസിഡന്റ്? അവിടെ ആരാ പ്രസിഡന്റ് എന്ന് ചോദിച്ച കേട്ടില്ലേ? സാറിനെ. ഇനി വന്നേ. ചെല്ലേ. ഇനി വരാൻ. ചതിച്ചോ? കുറുപ്പേ, എവിടെ അവൻ? പിടിക്കവനെ. പറ്റിക്കാവെന്ന് വിചാരിച്ചല്ലേ? ഭൈരവ, ഡോക്ടർ പശുപതി അല്ലേ? അവിടെ
ഇങ്ങനെ പിടിച്ചു വലിക്കില്ലേ ഞാൻ ഇങ്ങോട്ട് മാറിക്കടാ. ഏമാന്നെ മുത്തശ്ശിക്ക് എന്തോ പറയാണ്ടെന്ന് അവനെ കൊണ്ടുപോരുത്. അവൻ ഗുരുത്തുള്ളവനാ. കേട്ടാ എന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ താലി കെട്ടാൻ പോയത്. ഞാൻ നിരപരാധിയാണ് മുത്തശ്ശി. പൊന്നു മോനെ, എന്തേ ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കടാ. പട്ടി. വലിയ പെരുമ്പിലാവിന് സംബന്ധം വെക്കണം അല്ലടാ. എന്റെ ജീവനുള്ള കാലത്തോട് നടക്കില്ലടാ നിനക്ക്. എന്റെ കുഞ്ഞുലക്ഷ്മി, നിന്റെ കയ്ക്ക് ഇത്ര ബലമുണ്ടെന്ന് എനിക്ക് ഇപ്പടാ മനസ്സിലായത്. നോക്കി നിൽക്കാതെ അമർന്നോനെ. ആ പെണ്ണിന്റെ കൈ പിടിച്ച് പപ്പന്റെ കയ്യിലോട്ട് കൊടുക്കാം. കൊടുക്കാം. എന്റെ ഭഗവാനെ, ഒരു കാര്യം പറയട്ടെ, പറയട്ടെ. പ്രസിഡന്റ്, മുത്തശ്ശി അടിക്ക് നല്ല വേദനയുണ്ട് കേട്ടാ. ചൂളം പാടി. പിന്നെ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തില് സാധാരണ ഒരു കള്ളന്റെ അനുഗ്രഹം നവദമ്പതികൾക്ക് കിട്ടാറില്ല. എന്റെ മനസ്സ് പറയണു നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന്. ഞാൻ അനുഗ്രഹിച്ചു കേട്ടോ. ജീവിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരു കളി കളിച്ചു നോക്കിയതാ. ഞാൻ തോറ്റുപോയി. ഇനി എന്റെ കൈമിടാനുള്ള ആഭരണങ്ങൾ എടുത്തേ. സാധാരണ ജോണാണുള്ളത് കൊണ്ടുവരാറ്. കിട്ടുള്ളൂ. ഞാൻ പോട്ടെ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ സ്റ്റേഷനിലേക്ക്?